അഖിൽമാർ ഇവിടെ CMDRF-നെ പറ്റി അതാണ് ഏറ്റവും ഒടുവിലത്തെ വിവാദം. അഖിൽമാർ അതിന് കാരണമായി പറയുന്നത് അഖിൽമാരുടെ ഓഗസ്റ്റ് 1 ഒരു ഫേസ്ബുക്ക് തുടക്കം. അതിൽ പറയുന്നത് ജൂലൈ 23 കേന്ദ്രം പറഞ്ഞു കേരള സേ ലാൻഡ് സ്ലൈഡ് ഹോനെ കി സംഭാവന ഹേ. മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാം. ജൂലൈ 23 കേന്ദ്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നു. പ്രൂവ് ചെയ്യാം. അമിത്ഷാ പാർലമെന്റിൽ സംസാരിച്ചത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാം. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് തെറ്റോ ശരിയോ? പറഞ്ഞോ ഇല്ലയോ? അമിത്ഷാ അത് പറഞ്ഞു. പക്ഷെ അത് തെറ്റാണ്. പറഞ്ഞത് തെറ്റോ? ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയുടെ പാർലമെന്റിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് വിശ്വാസത്തിൽ എടുക്കൂടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഓക്കെ, ഞാൻ വിശ്വാസത്തിൽ എടുക്കാതിരിക്കാം. അല്ല, അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അഖിൽമാർ ഇപ്പൊ തിരുത്തുവോ? 100% തിരുത്താൻ തയ്യാറാണല്ലോ. എന്താ പ്രശ്നം? എനിക്കൊരു രാഷ്ട്രീയ അല്ല, അത് ആ വിഷയത്തെ തെറ്റാൻ തിരുത്താം. മുഖ്യമന്ത്രി എടുക്കത്തില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം അതിന്റെ ആദ്യം പറഞ്ഞ അതാണ്ട് ഈ പറയുന്ന രേഖയടക്കം രേഖാപൂർവ്വം കേരളത്തിൽ വന്നാണ്. അതിൽ നിന്ന് കാണാം. അത് ഇത് എനിക്കല്ല, അമിത്ഷായ്ക്ക് അയച്ചു കൊടുക്കണം. നമ്മുടെ ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് ആണ്. അതിൽ ഈ പറയുന്ന എന്താണ് വൈത്തിരി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി പറയുന്ന മേഖലകൾ ഏറ്റവും ലോയിൽ എന്ന് പറഞ്ഞാൽ ലോ പ്രോബബിലിറ്റി ഓഫ് ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലിനുള്ള എന്നുള്ള 29 ഈ 30 ഉരുൾപൊട്ടുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തരുന്ന ഫോർകാസ്റ്റ് ആണ് ഈ ഫോർകാസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ സംഭാവന ഇല്ല. അല്ല, ഒന്ന് ഹാഷ്മി, ആ എഴുത്ത് ഒരു സർക്കാസ്റ്റിക് ആണ്. അത് എഴുത്ത് വായിക്കുമ്പോൾ അറിയാം. കേരളാസെ ലാൻഡ് സ്ലൈഡ് ഹോനേക്ക് സംഭാവന ഹേ എന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് കേൾക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ സംഭാവന പിരിക്കാൻ സമയമായി എന്ന് തോന്നി എന്നത് ഞാൻ എന്റെ സിനിമ ഒരു പൊളിറ്റിക്കൽ സട്ടയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു സർക്കാസ്റ്റിക് പോസ്റ്റ് ആയിരുന്നു. മനസ്സിലാവും. അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ സാധ്യത മാത്രമല്ല, അതിതീവ്ര മഴ എന്ന സാധ്യത പോലും ആരും ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടില്ല. അത് വേറെ കാര്യം. അത് നമുക്ക് ആ സംഭവിച്ച ദുരന്തത്തിന്റെ മുന്നറിയിപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഉണ്ടായിട്ടില്ല. അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ പറഞ്ഞത് തെറ്റാണ്. എവിടാ പറഞ്ഞത്? ഇത് BJP വേദിയിലായിരുന്നുണ്ടെങ്കിൽ ഞാനിത് ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. അറിയില്ല. പക്ഷെ അതിനുശേഷം തെറ്റാണെന്ന് വയനാട്ടിൽ നിന്ന് MP രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പറയുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞ ആ രേഖ തെറ്റാണെന്ന് പുറത്തു വന്നു. ആ രേഖയാണ് അഖിലിനെ കാണിച്ചത്. അമിത്ഷാ കള്ളൻ, മുഖ്യമന്ത്രി അല്ല, അമിത്ഷാ കള്ളൻ. എനിക്കൊരു പ്രശ്നമല്ല. അമിത്ഷാ പറഞ്ഞത് കള്ളത്തരം. ഇത് കേൾക്കുന്ന BJP-ക്കാർ അത് പ്രൂവ് ചെയ്യട്ടെ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കള്ളനായിക്കോട്ടെ. ഇത് സർക്കാസ്റ്റിക്കായി പറയുന്നത്. അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി, മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി. ഇൻ ബ്രാക്കറ്റ് പ്രളയം, കൊറോണ. 2018 പ്രളയം സർക്കാർ വരുത്തി തീർത്തതാണെങ്കിൽ ഇത്തവണ മുന്നറിയിപ്പ് കാര്യമായി എടുക്കാതെ ഭാഗ്യമായി കൂട്ടുമെന്ന് പറയാം. അഖിൽ, ഈ പോസ്റ്റിന്റെ സർക്കാസവും അതിന്റെ വിമർശനവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ജൂലൈ 30 ജൂലൈ 30 പുലർച്ചെ. ഐക്യകേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ആ ദുരന്തം. 31 എന്ന് പറയുന്നത് നമ്മൾ ഈ ദുരന്തത്തിന്റെ ഭയാനകത കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന ദിവസമാണ്. 1 തീയതി എന്ന് പറയുന്നത് ഇവിടെ മൃതദേഹങ്ങൾ കുന്നുകൂടുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹമടക്കം 2 മരണം മുതൽ തുടങ്ങി 100-ലേക്കും 200-ലേക്കും ഉയരുന്ന ദിവസങ്ങളിലൊന്നാണ്. അനാഥമാക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ആ ദിവസങ്ങൾ കാണുന്ന ദിവസമാണ്. രാഷ്ട്രീയ ഭേദമെന്നെ, മതഭേദമെന്നെ, കേരളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ച് തലകുനിച്ച് കരഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. ആ ദിവസം ഈ സർക്കാസ് വരണമെങ്കിൽ എത്രമാത്രം ക്രൂരമായ മനസ്സുണ്ടാവണമെങ്കിൽ അതിനകത്ത് ഒരു ക്രൂരതയില്ല. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ ഇത് പറയരുത്. ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം. എന്തുകൊണ്ടാണ്? ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല വരേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. ഖജനാവിൽ എവിടെ പൈസ ഇല്ലാതെ പോയി? എന്തുകൊണ്ടാണ് ഖജനാവിൽ എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി? ജനങ്ങളുടെ തെണ്ടേണ്ട കാര്യം എന്താ മുഖ്യമന്ത്രിക്ക്? ചോദിക്കാം. തിരിച്ചു ചോദിക്കും. പ്രളയമല്ല, ഏത് ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കും. 1 തീയതി മരണം കുന്നുകൂടുന്ന ഈ ദിവസം അഖിൽമാർ ഇറങ്ങി ഒരു ഫേസ്ബുക്ക് ഇടണമെങ്കിൽ ഈ ദുരന്തം മാരാരുടെ തൊലിപ്പുറത്തോട്ടിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി ഈ മാതിരി കാണിച്ചാൽ ഇനി വീണ്ടും ദുരന്തം മാരാരുടെ തൊലിപ്പുറത്തോട്ടിട്ടില്ല. അതാ പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ ഹാഷ്മി പറഞ്ഞത്. എങ്ങനെയാണ്? ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ 31 തീയതി വൈകിട്ട് ജനങ്ങളുടെ അടുത്ത് നിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും. ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നു പറയും. 3 വീട് വെച്ചു കൊടുക്കാമെന്ന് ബാക്കി എഴുതുന്നുണ്ട്. അവിടെ ബാക്കി അത് ഏറ്റവും ഒടുവിലാ വരുന്നേ. ഈ ദുരന്തം ഇത്രത്തോളം തീവ്രമായി നിൽക്കുന്ന സമയത്ത്, മനുഷ്യൻ മൊത്തം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അഖിൽമാരാർക്ക് ഇത്തരത്തിൽ പകയുടെ ആഘോഷം എന്ന മട്ടിൽ ഈ വെഞ്ചിൻ വീട്ടിൽ ദുരന്തം നടക്കുമ്പോൾ നടുപുറക്കി അടി കൊടുക്കും. അത് വേറെ കാര്യമില്ലേ? പിന്നെ പറയാണ്, ദുരന്ത വാർത്ത ഇങ്ങനെ പലയിടം നിറഞ്ഞു നിൽക്കുമ്പോൾ സഹായം ചെയ്യാൻ ഓടുന്നവരുടെ വലിയ ബഹളം കാണാം. അതുകൊണ്ട് തന്നെ നിലവിലെ സഹായം പലപ്പോഴും അതിര് കടന്നു പോകും. വയറ് നിറഞ്ഞവൻ അധികം വരുന്ന ഭക്ഷണം വേസ്റ്റ് ആകും. ഈ ദുരന്ത മുഖത്ത് ഇത്തരത്തിൽ അസ്ഥാനത്തെ ഉപമ കൊണ്ടുവരുന്ന മനോവൈകല്യമല്ലേ അഖിൽമാര? ഒരു മനോവൈകല്യമില്ല ഹാഷ്മി. ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ള മനോവൈകല്യം. കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. എന്താണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശം പൈസ വന്നില്ല? ആദ്യത്തെ 7 ദിവസം എന്തുകൊണ്ട് പൈസ വരുന്നുണ്ടെന്നേ അഖിലിനറിയാം. CPM-ന്റെ മെമ്പർമാർ 1000 രൂപ
വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ ഫസ്റ്റ് ഡേ വരണം. CPM മെമ്പർ കാശ് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പോ ഇവർ ഇടട്ടെന്നേ. ഈ ഘട്ടത്തിൽ. അല്ല, ഇത് CPM മെമ്പർമാരുടെ മാത്രം ഒരു ബേജാറാണോ ഇങ്ങനെ ഒരു സംഭവം വരും? പണം വരാത്തതിന്റെ കാരണം പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ല. അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഒരു മഹാദുരന്തത്തിന്റെ മുഖത്ത് നമ്മൾ എല്ലാവരും നിൽക്കുന്നു. ഒറ്റക്കെട്ടായി രാഷ്ട്രീയ മത ജാതി പരിഗണനകളിയായിട്ട് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, വിലപിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ കറക്റ്റീവ് മെഷേഴ്സ് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി പണം പിരിക്കുന്നതിലും പണം പിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത് ഈ ഫണ്ട് ഉണ്ടാവണ്ടേ? അല്ല, മുഖ്യമന്ത്രി തെണ്ടുക. അഖിൽമാരാർ, ഇവിടെ നമ്മൾ കേരളം ഇതുവരെ കാണാത്ത ദുരന്തമാണ്. നമ്മൾ നേരിടാൻ പോകുന്നത് ഇതുവരെ കാണാത്ത ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. മുഖ്യമന്ത്രി പണം പിന്നെ ആരോട് ചോദിക്കും? അതിന് തെണ്ടുകയാണോ പറയണ്ടേ? സംസ്ഥാന ഖജനാവിൽ പൈസ എന്താ ഇല്ലാതെ പോയത്? അത് വേറെ വിഷയമല്ലേ? പൈസ ഇല്ലാതെ പണം ഉണ്ട്, ആ പണം പോരാ നമുക്ക്. ക്രൈസിസിനെ പോരാ നമുക്ക്. ഓഗസ്റ്റ് 10 പറയണം. ഓഗസ്റ്റ് 1 അഖിൽമാരാർ ഇത് പറയുന്നു. ഞാനിത് പറഞ്ഞത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കണക്കില്ലായ്മ ഒന്ന്. മനുഷ്യൻ മരിച്ചു കിടക്കുന്ന രക്ഷിക്കാൻ പറ്റില്ലല്ലോ. കിടക്കുമ്പോൾ ഇവിടെ അനാഥത്വങ്ങൾ കണ്ട് നമ്മൾ തരിച്ചു നിൽക്കുമ്പോൾ അഖിൽമാരാറുടെ അടുത്ത് പോലും വൈകാരികമായി സ്പർശിക്കാത്ത ഈ ചപ്പടാച്ചി. എന്റെ പൊന്ന് ഹാഷ്മി, ഇനി എന്തോന്ന് പറഞ്ഞാലും ഈ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെ എന്റെ മുമ്പിൽ വൈകാരികത ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എന്റെ ചുറ്റുമുള്ളവർക്ക് അറിയാം. ഈ വിഷയത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കാൻ വേണ്ടി വന്ന മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് എഴുതുന്നു. സത്യം. 2, ആ കൂട്ടത്തിൽ ഒരു കാര്യം വെറുതെ വിമർശിക്കുകയല്ല. എന്നാൽ കഴിയാവുന്ന സഹായത്തിന്റെ മാക്സിമം ഞാൻ കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ അടുത്തുള്ളവർക്കറിയാം. 3 വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നത് പൈസ ഉണ്ടായോണ്ടൊന്നുമല്ല. ഈ പറയുന്ന അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നറിയോ കാശ്മീർ? ഞാൻ ദുബായി നിൽക്കുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏതൊരു മനുഷ്യനും എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വെറും വാർത്തകളാണ്. നമ്മുടേതായി മാറുമ്പോൾ മാത്രമേ അത് നമ്മുടെ വിഷമമായി മാറത്തുള്ളൂ. ഞാനത് സ്വയം ചിന്തിക്കുകയാണ്. മാറിയിട്ടില്ല. ഞാനതാ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദുരന്തം ഉണ്ടാവുന്നത് കോട്ടാത്തലയാണെങ്കിൽ, അഖിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മണ്ണിനടിയിലാണെങ്കിൽ ഈ ദിവസം ഈ പോസ്റ്റ് ഇടും. അതിനൊരു പക്ഷേ എനിക്ക് സമയം കിട്ടത്തില്ല. ഞാൻ മാറിയിരുന്ന ഞാൻ വീണ്ടും തന്നെ എഴുതും. അവിടെ ആ സമയത്ത് മോട്ടിക്കാമെന്ന് അവൻ അടിയും കൊടുക്കും. ആ ദിവസം ബന്ധുക്കളും സുഹൃത്തുക്കളും മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അഖിൽ ആലോചിക്കുക മണ്ണിനടിയിൽ മനുഷ്യരുണ്ടോ എന്നാണ് ആലോചിക്കുക. വിഷയം എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും മണ്ണിനടി കിടക്കുമ്പോൾ അവിടെ ഇവരെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ പണം പിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കും. ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയിടും. ഫേസ്ബുക്കിൽ ഇടുന്നല്ല ഈ ചോദ്യം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായതുകൊണ്ട് പണ്ട് ഈ ചോദ്യം നാട്ടിൽ ചോദിച്ചുകൊണ്ടിരുന്നതാണ്.